നമസ്കാരം. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്കെതിരെ രൂക്ഷ വിമർശനവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത് ഇറാനെ അസ്വസ്ഥപ്പെടുത്തുന്നു. ഇസ്രയേലുമായിട്ടുള്ള സംഘർഷത്തിൽ ഇറാൻ വിജയിച്ചു എന്ന ഖമേനിയുടെ പ്രസ്താവനയെ ട്രംപ് പരിഹസിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ട്രംപിനെതിരെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വിമർശനം ഉന്നയിച്ചത്. ഇറാനുമായി കരാർ വേണമെങ്കിൽ ട്രംപിന്റെ ഖമേനിയോടുള്ള അനാദരവ് അവസാനിപ്പിക്കണമെന്നാണ് അരാഗ്ചി വ്യക്തമാക്കിയത്. കരാർ ആഗ്രഹിക്കുന്നതിൽ ട്രംപ് ആത്മാർത്ഥതയുള്ളവനാണെങ്കിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയോട് കാണിക്കുന്ന അനാദരവും അദ്ദേഹത്തിന്റെ ദശലക്ഷക്കണക്കിന് ആരാധകരെ വേദനിപ്പിക്കുന്നത് അവസാനിപ്പിക്കുകയും ചെയ്യണമെന്നും അരാഗ്ചി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലെ തന്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു. നമ്മുടെ മിസൈലുകൾക്ക് ഇരയാകാതിരിക്കാൻ ഡാഡിയുടെ അടുത്തേക്ക് ഓടുകയല്ലാതെ ഇസ്രായേൽ ഭരണകൂടത്തിന് മറ്റു മാർഗമില്ലെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഇറാനിയൻ ജനത ഭീഷണികളെയും അപമാനങ്ങളെയും സ്വീകരിക്കുന്നില്ല എന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെക്കുറിച്ച് വിവരിക്കുന്നതിനിടെ അമേരിക്കൻ പ്രസിഡന്റിനെ നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ ഡാഡി എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ഈ വിശേഷണം ഏറെ മാധ്യമ ശ്രദ്ധയും പിടിച്ചുപറ്റിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ട്രംപിനെ ഡാഡി എന്ന അരാഗ്ചിയും പരിഹസിക്കുന്നത്. ഖമേനിയെ കൊലപാതകത്തിൽ നിന്ന് രക്ഷിച്ചത് താനാണെന്ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞതിന് പിന്നാലെയാണ് വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന. ഖമേനി നന്ദികേട് കാണിച്ചുവെന്ന് ട്രംപ് ആരോപിച്ചു. യുദ്ധത്താൽ തകർന്ന ഇറാനിലെ പരമോന്നത നേതാവ് എന്ന് വിളിക്കപ്പെടുന്ന ആയത്തുള്ള അലി ഖമേനി അവർ വിജയിച്ചു വന്ന തരത്തിൽ നടത്തുന്ന പ്രസ്താവന നുണയാണ്. ഇസ്രയേലുമായുള്ള യുദ്ധം ജയിച്ചു എന്ന മണ്ടത്തരം അദ്ദേഹം വിളിച്ചു പറയുന്നു. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല. വലിയ വിശ്വാസമുള്ള ഒരു മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹം കള്ളം പറയരുത്. അദ്ദേഹത്തിന്റെ രാജ്യം നശിപ്പിക്കപ്പെട്ടു. ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കപ്പെട്ടു. ആ സമയത്ത് അദ്ദേഹം എവിടെയാണ് അഭയം പ്രാപിച്ചതെന്ന് എനിക്ക് കൃത്യമായി അറിയാമായിരുന്നു. ഇസ്രായേൽ സേനയും US സേനയും കൂടി ചേർന്ന് അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടെങ്കിലും ഞാൻ അനുവദിച്ചില്ല. മരണത്തിൽ നിന്ന് ഞാൻ അദ്ദേഹത്തെ രക്ഷിച്ചു. എന്നോട് അദ്ദേഹം നന്ദി പറയണമെന്ന് ട്രംപ് കുറിച്ചിരുന്നു. ഏറ്റവും നീചവും മോശവുമായ മരണത്തിൽ നിന്നാണ് ഖമേനിയെ താൻ രക്ഷിച്ചതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. ഖമേനിയുടെ വാക്കുകൾ ഉപരോധങ്ങളിൽ നിന്ന് ഇളവ് നൽകുന്നതിൽ നിന്ന് തന്നെ പിന്തിരിപ്പിച്ചു എന്ന് ട്രംപ് ആരോപിച്ചു. ഇറാനുമായി ഒരു ആണവ കരാർ ആവശ്യമാണെന്ന് തോന്നുന്നില്ലെന്നായിരുന്നു ട്രംപ് നേരത്തെ വ്യക്തമാക്കിയത്. ഇറാനുമായി ഉടൻ ചർച്ചകൾ നടത്തുമെന്നും അതിൽ ഇറാന്റെ ആണവ അഭിലാഷങ്ങൾ അവസാനിപ്പിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിന് വേഗത്തിൽ അറുതി വരുത്താൻ കാരണമായത് ടെഹ്റാനിലെ ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ സൈനിക നീക്കമാണെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു. അതേസമയം ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് അമേരിക്കൻ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്ന് പെന്റഗണിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി തയ്യാറാക്കിയ റിപ്പോർട്ട് ട്രംപ് നിഷേധിക്കുകയും ചെയ്തു. ടെഹ്റാനിലെ 3 പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ ആക്രമണത്തിന് ശേഷം ഇറാൻ വീണ്ടും ആണവായുധ വികസനത്തിൽ ഏർപ്പെടുന്നതായി താൻ കാണുന്നില്ലെന്ന് ട്രംപ് പറഞ്ഞു. എന്നാൽ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചതായി ഇറാൻ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബുധനാഴ്ച അൽ ജസീറയോട് സംസാരിച്ച ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗൈയാണ് US ആക്രമണത്തിൽ ആണവ കേന്ദ്രങ്ങൾക്ക് സാരമായ കേടുപാടുകൾ ഉണ്ടായതായി പറഞ്ഞത്. നാശനഷ്ടങ്ങളുടെ വിശദാംശങ്ങളെക്കുറിച്ചോ വ്യാപ്തിയെക്കുറിച്ചോ അദ്ദേഹം വിവരങ്ങൾ വെളിപ്പെടുത്തിയില്ല. പെന്റഗണിന്റെ രഹസ്യാന്വേഷണ വിഭാഗം പുറത്തുവിട്ട പ്രാഥമിക റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. അമേരിക്കയുടെ ആക്രമണത്തിൽ നാശനഷ്ടം ഉണ്ടായെങ്കിലും ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ വലിയ തോതിൽ കേടുപാട് ഉണ്ടായിട്ടില്ലെന്നായിരുന്നു പെന്റഗണിന്റെ റിപ്പോർട്ട്. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിനിടെ ട്രൂത്തിലെ തന്റെ പോസ്റ്റിലായിരുന്നു ഖമേനി എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്നും അദ്ദേഹത്തെ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും എന്നാൽ താൻ രക്ഷപ്പെടുത്തുകയായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞത്. എന്നാൽ ഖമേനിയെ വധിക്കാൻ സൈന്യം ശ്രമിച്ചുവെങ്കിലും അവസരം കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ആയിരുന്നു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വെളിപ്പെടുത്തിയത്. ഖമേനി ഒളിവിൽ പോയതോടെയാണ് പദ്ധതി പാളിയത്. ഖമേനിയെ ഒരുപാട് തിരഞ്ഞെന്നും കണ്ടെത്തിയാൽ വധിക്കുമായിരുന്നുവെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇസ്രായേലി ചാനലുകളായ ചാനൽ 12, ചാനൽ 13, സർക്കാർ ഉടമസ്ഥതയിലുള്ള ക്യാൻ എന്നിവയുമായി നടത്തിയ അഭിമുഖങ്ങളിൽ സംസാരിക്കവെയായിരുന്നു മന്ത്രി ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ട്രംപിന്റെ വെളിപ്പെടുത്തലിന് നേർ വിപരീതമായിട്ടായിരുന്നു മന്ത്രിയുടെ ഈ വെളിപ്പെടുത്തൽ.